അപ്പോൾ അതെല്ലാവരും ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇനി നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കാം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിലെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിലേക്കാണ് വരുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മൾട്ടി ലെയർഡ് അല്ലേ. അതിന് മൾട്ടി ലെയർഡാണ്, കുറേ ലെയറുകൾ ഉണ്ടാവും. നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ മൾട്ടി ലെയർ ഓഫ് സെൽസ് ആണ്, കുറേ ലെയർ ഓഫ് സെൽസ് ഉണ്ടാവും. മൾട്ടി ലെയർഡാണ്, നിരവധി ലെയറുകൾ ചേർന്നാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ലെയർ, ഒന്നിലധികം ലെയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടി ലെയർഡാണ്. ആൻഡ് ദസ് ആസ് എ ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ അബ്സോർഷൻ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സെക്രീഷൻ അബ്സോർഷൻ എന്നീ ഫംഗ്ഷനുകൾ കുറവാണ്. കാരണം എന്തായിരിക്കും, ഇപ്പം നമ്മുടെ സ്കിന്ന്, നമ്മുടെ പുറമേയുള്ള സ്കിൻ എടുത്ത് നോക്കിയാൽ സ്കിന്നിൽ കുറേ ലെയറുകളുണ്ട്. നമുക്കറിയാം സ്കിൻ എന്ന് പറയുന്നത് കുറേ ലെയറുകൾ ചേർന്നാണ്. കുറേ ലെയറുകളുള്ള സ്കിന്നിൽ സെക്രീഷൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാൻസിനെ സെക്രീഷൻ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളെ ആഗിരണം ചെയ്യാനോ പ്രയാസമാണ്. അതുകൊണ്ട് സാധാരണത്തിൽ അതിന് ലിമിറ്റഡ് റോളേ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് അത്തരം ഫംഗ്ഷനുകളില്ല. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് സെക്രീഷൻ അബ്സോർഷൻ എന്നീ ഫംഗ്ഷനുകൾ പൊതുവെ കുറവാണ് എന്നർത്ഥം. അപ്പോൾ അത് മൾട്ടി ലെയർഡാണ്, അതിൻ്റെ ഫംഗ്ഷൻ സെക്രീഷൻ അബ്സോർഷനും കുറവാണ് എന്നർത്ഥം. പിന്നെ എന്താണ്, ദെയർ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. പ്രധാനമായും അത് ഉപയോഗപ്പെടുന്നതിനാണ് പ്രൊട്ടക്ഷൻ. എന്തിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ? ഫ്രം മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്സസ്. നമ്മുടെ ശരീരത്തിൽ ഏൽക്കാൻ സാധ്യതയുള്ള മെക്കാനിക്കൽ, പക്ഷേ ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ അമർത്തുന്നതോ അല്ലെങ്കിൽ നമ്മളൊന്ന് അമർത്തി നോക്കിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു നമ്മുടെ ശരീരത്തിൽ പറ്റിയെന്നായിരിക്കാം. അത് അതിൻ്റെ പുറത്ത് മാത്രം പറ്റി അകത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ പ്രൊട്ടക്ഷനാണ്. അത് നൽകുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. നമ്മുടെ സ്കിൻ തന്നെ കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 7 ലെയേഴ്സ് ആണ്. ഏതാണ്ട് 7ഓളം ലെയറുകൾ ചേർന്നാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം മാൽപ്പി, ഇതൊക്കെ പറഞ്ഞ ലെയറുകൾ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് അടങ്ങിയതാണ് നമ്മൾ മൾട്ടി ലെയർഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ തലയിൽ നമ്മൾ ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, താരൻ വരിക എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ തലജീവൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ചെറിയ ഒരു പാട പോലെ ഒരു ലെയർ ഇങ്ങനെ ഇളകി പോകുന്നത് കാണാം. എന്നാൽ നമ്മുടെ തലയ്ക്ക് ഉള്ളിലുള്ള സ്കിന്നിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം മൾട്ടി ലെയർഡ് ആയതുകൊണ്ടാണ്. മൾട്ടി ലെയർഡ് ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ശരിക്കും ഈ ഡാൻഡ്രഫ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആ സ്കിൻ ലെയർ ശരിക്കും മൾട്ടി ലെയർഡ് എപ്പിത്തീലിയമാണ്. കുറേ ലെയറുകളുണ്ട്. അതുകൊണ്ടാണ് മുകളിലത്തെ ഒരു ലെയർ പോയാലും ഒന്നും സംഭവിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉൾവശത്ത് വീണ്ടും നമ്മൾ ലെയർ തന്നെയാണ് കാണുന്നത്. ഏറ്റവും പുറമേയുള്ള മുറിവ്, സ്കിന്നിൻ്റെ ലെയർ, ഇപ്പോൾ ചിലപ്പോൾ ഒരു മുറിവൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ അല്പം നീരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ നീരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം നമുക്കറിയാം ലെയർ ഇങ്ങനെ സ്കിൻ ലെയർ ഇളകി പോകുന്നത് കാണാം. തൊലി ഇങ്ങനെ ഒരു പാളിയായിട്ട് ഇളകി പോകും. അപ്പോൾ അതിനടിയിൽ ലെയറുകൾ ഉള്ളതാണ് ഉള്ളത്. പിന്നെ ഇനി നമുക്ക് പ്രാക്ടിക്കലിന് ശരിക്കും ചീക്ക് എപ്പിത്തീലിയം എന്ന് പറയുന്ന സെല്ല് എടുത്ത് നമുക്ക് ചെയ്യാനുണ്ട്, ചീക്ക് എപ്പിത്തീലിയം. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ നിരവധി സെല്ലുകളെ നമുക്ക് ചീക്ക് സെല്ലിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കലാണ് നമുക്ക് ചീക്ക് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പം മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, പ്രൊട്ടക്ഷൻ എന്നാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ ഇത് 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് മൾട്ടി ലെയർഡ് ആണ്. ഇറ്റ് ഹാസ് മോർ ദാൻ 1 ലെയർ, സോ ഇറ്റ് ഈസ് മൾട്ടി ലെയർഡ്. മറ്റൊന്ന് പ്രൊട്ടക്ഷൻ ആണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ. ഇനി എവിടെയാണ് ഇപ്പോൾ കാണുന്നത്, ദേ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈ സർഫസുകളെല്ലാം, പുറമേയുള്ള അല്പം ഇപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെയുള്ള സ്കിന്നെല്ലാം കവർ ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. പിന്നെ ദ മോയ്സ്ചർ സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബക്കൽ ക്യാവിറ്റിയുടെ മോയ്സ്ചർ സർഫസ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചീക്ക് എപ്പിത്തീലിയം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കവിളിൻ്റെ ഉൾവശത്ത്, കവിളിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ചീക്ക് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. ഈ ചീക്ക് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ബക്കൽ ക്യാവിറ്റിയുടെ ഉൾവശത്തു നിന്നാണ് എടുക്കുന്നത്. അത് മോയ്സ്ചർ സർഫസ്, കാരണം അത് എപ്പോഴും നനവുണ്ട്, ഉമിനീരിൻ്റെ ഒരു നനവ് ആ ഭാഗത്തുണ്ടാവും. ആ മോയ്സ്ചർ സർഫസിൽ കാണുന്നത് ഇത്ര എപ്പിത്തീലിയമാണ്. പിന്നെ ഫാരിങ്സ്, നമ്മുടെ അകത്ത് അണ്ണാക്കിൻ്റെ ഭാഗത്ത് ഗ്രസനി എന്ന് പറയുന്ന ഉൾവശത്തെ ലെയറുകൾ ഇത്തരത്തിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. പിന്നെ ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്, നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, ഈ സലൈവറി ഗ്ലാൻഡിൻ്റെ ലൈനിങ് അതും ഇതുപോലെയാണ്. സലൈവറി ഗ്ലാൻഡ് എന്ന് നമുക്കറിയില്ല, ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ കവിളിലോ നാക്കിനടിയിലോ ഒക്കെ ഉണ്ട്. നാക്കിങ്ങനെ നമ്മൾ പുറകിലേക്ക് മടക്കിയാൽ നമുക്ക് കാണാം, നാക്കിൻ്റെ അടിയിൽ നിന്ന് സലൈവ് ഊറി വരുന്ന കാണാം. നമ്മൾ നാക്ക് പുറകോട്ട് ശക്തമായി ബലം കൊടുത്ത് മടക്കിയാൽ ആ നാക്കിനടിയിൽ നിന്ന് സലൈവ് ഊറി വരും. അവിടെയാണ് സലൈവറി ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ പറയുന്നത്. ബിലോ ദ ടങ് ഒരു സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. 3 പേർ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് നമുക്ക്. അതിൽ 2 നാക്കിനടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നാക്ക് ബലം കൊടുത്ത് പുറകിലേക്ക് മടക്കിയാൽ നമ്മൾ കണ്ണാടി നോക്കി കാണാം, നമുക്ക് ആ നാക്കിൻ്റെ അടിയിൽ ഒരു കെട്ടുപോലെ ഉണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സലൈവ് ഊറി വരുന്ന കാണാം ആ ഗ്ലാൻഡിൽ നിന്ന്. അതെൻ്റെ ഡക്റ്റാണ് കാണുന്നത്. ഡക്ടർ ഗ്ലാൻഡാണ് സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്തും. പിന്നെ പാങ്ക്രിയാറ്റിക് ഡക്ട്സ്, നമ്മുടെ പാങ്ക്രിയാസിൻ്റെ നാളങ്ങൾ, ഇതിലെല്ലാം കാണുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ഇത് മാത്രമല്ല ഇനി ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ ഏകദേശം കുറച്ച് എക്സാമ്പിളുകൾ പറയാം. സ്കിന്നിലുണ്ടാവും,
ബക്കൽ ക്യാവിറ്റിയിലുണ്ടാവും, ഫാരിങ്സിലുണ്ടാവും, അതുപോലെ സലവറി ഗ്ലാൻസിൽ, പാങ്ക്രിയാറ്റിക് ഡക്ട്സിൽ ഇവയൊക്കെ കാണുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ് എന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ മൾട്ടി ലെയർ ഓഫ് സെൽസ് ആണ്, കുറേ ലെയറുകൾ കാണാം. നമ്മൾ ഇതുവരെ പഠിച്ച മറ്റേ എപ്പിത്തീലിയത്തിലൊക്കെ നമ്മൾ ഒരു ലെയറാണ് പറഞ്ഞത്. ഇപ്പോൾ ആദ്യത്തെ തിൻ ഇറഗുലർ സെൽസ് വിത്ത് ഫ്ലാറ്റൻഡ് ഇറഗുലർ ബൗണ്ടറീസ് എന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യൂബിലേക്ക് സെൽസ് എന്നോ പിന്നത്തേതിൽ ടോൾ സിലിണ്ടർ സെൽസ് എന്നോ ഒക്കെ പറഞ്ഞത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ലെയറാണ്, ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി കുറേ ലെയറുകൾ ചേരുന്നതാണ് ശരിക്കും ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഞാൻ രാവിലെ പറയാൻ വിട്ടു, നിങ്ങൾ ഇതിന്റെ നോട്ട് എഴുതിയെടുക്കുന്ന ഭാഗത്ത് അതിന് ചിത്രം കൂടി വരയ്ക്കണം. പരീക്ഷയ്ക്കുള്ള ചിത്രം നിന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാൻ ചോദിക്കില്ല, പക്ഷേ ചിത്രം നിങ്ങളോട് ഐഡന്റിഫൈ ചോദിക്കും. അതുകൊണ്ട് ഈ ചിത്രങ്ങളെല്ലാം വരച്ചെടുക്കണം. ഇപ്പോൾ 3 ഡയമെൻഷണൽ ഡയഗ്രമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. മൾട്ടി ലെയർ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മൾട്ടി ലെയർഡ് എപ്പിത്തീലിയമാണ് നമ്മൾ ശരിക്കും കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മൾട്ടി ലെയർഡ്. മറ്റൊന്ന്, ഇസ് മെയിൻ ഫംഗ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ. പിന്നെ അത് കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ട്, ബക്കൽ ക്യാവിറ്റിയിലുണ്ട്, സലവറി ഗ്ലാൻഡിലുണ്ട്, പാങ്ക്രിയാറ്റിക് ഡക്റ്റിലുണ്ട്. ഇത് ഓർത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്നത്. ഇത്രയായപ്പോൾ നമ്മൾ എപ്പിത്തീലിയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കഴിഞ്ഞു. അതായത് പലതരം എപ്പിത്തീലിയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം നമ്മൾ പഠിച്ചു, കോമ്പൗണ്ട് എപ്പിത്തീലിയം പഠിച്ചു. എപ്പിത്തീലിയം 2 തരമാണ്, സിമ്പിളും കോമ്പൗണ്ടും. അതിൽ സിമ്പിൾ എപ്പിത്തീലിയം തന്നെ 3 തരത്തിലുണ്ട്: സ്ക്വാമസ്, കൊളുമിനാർ, ക്യൂബോയിഡൽ. അതുപോലെ അതിൻ്റെ ഈ കൊളുമിനാർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം മോഡിഫൈ ചെയ്തിട്ട് ഒന്നുകിൽ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമോ അല്ലെങ്കിൽ എൻഡോക്രൈൻ എക്സോക്രൈൻ ഗ്ലാൻസോ ആയി മാറുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി പിന്നെ നമ്മൾ പഠിച്ചു കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രാവിലെ ഒരു ദിവസം പഠിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അത് എപ്പിത്തീലിയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ പഠിച്ചു ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് ഇന്റർസെല്ലുലർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇന്റർസെല്ലുലർ മാട്രിക്സ് കുറവാണെന്ന് പറഞ്ഞു. സെല്ലുകൾക്കിടയിലുള്ള സ്പേസും അതിനകത്തുള്ള വസ്തുക്കളും വളരെ കുറവാണ് ഈ ഇത്തരം ടിഷ്യൂ സെല്ലുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് സെൽ ജംഗ്ഷൻസ് എന്നൊരു ഭാഗമുണ്ട്. അതായത് സെല്ലുകളുടെ ഇടയിലുള്ള ജംഗ്ഷൻസ്, അതിനെയാണ് നമ്മൾ സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ കവല എന്ന് പറയുന്നത്. സെല്ലുകൾ ഇപ്പോൾ നമുക്കറിയാം 4 സെല്ലുകൾ എല്ലാ ഭാഗത്തേക്കും സെല്ലുകൾ അടുക്കി വെക്കുമ്പോൾ ആ സെല്ലുകൾക്കിടയിൽ സ്പേസ് വരും. അതിനെയാണ് നമ്മൾ സെൽ ജംഗ്ഷൻസ് പറയുന്നത്. അതാണ് ഒന്നാമത് പറയുന്നത്. എന്താണ് ഇൻ ആനിമൽ ടിഷ്യൂസ് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ ലിങ്ക്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സെൽസ്. അപ്പോൾ നമ്മൾ അടുത്തടുത്തിരിക്കുന്ന സെല്ലുകൾ തമ്മിൽ അതിനൊരു ഫംഗ്ഷണൽ ലിങ്ക് കിട്ടണമെങ്കിൽ ആ സെല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഭിത്തി കെട്ടുന്ന സ്ഥലത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഭിത്തികൾ കെട്ടുന്നത്. ഇഷ്ടികയോ അല്ലെങ്കിൽ വെട്ടുകല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ എങ്ങനെയാണ് കെട്ടുക? അതിന് നമ്മളൊരു സിമെന്റിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ സിമെന്റോ അല്ലെങ്കിൽ കുമ്മായമോ മണ്ണോ ഒക്കെ ഇട്ട് നമുക്ക് കെട്ടാൻ വേണ്ടി പറ്റും. വെറുതെ വെക്കുമല്ല ചെയ്യുന്നത്. അതിനിടയിൽ ആ സ്പേസ് ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ അതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു വസ്തു കൂടി ഉപയോഗിച്ചിട്ടാണ് അതിനെ ചേർത്ത് ഒട്ടിക്കുന്നത്, അല്ലെങ്കിൽ സെല്ലുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നത്. ഇപ്പോൾ സിമെന്റ് സാധാരണ സിമെന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കരുതുക. അപ്പോൾ സിമെന്റ് ഉപയോഗിച്ച് നമ്മൾ കട്ട ഒന്നിന് പുറകെ ഒന്നായി അടുക്കി ക്രമീകരിച്ച് വെക്കുമ്പോഴാണ് അതിന് നല്ല ബലം ലഭിക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് സെല്ലുകൾ ഉണ്ടെങ്കിൽ ഒരു എപ്പിത്തീലിയത്തിൽ തന്നെ ചിലപ്പോൾ ഒത്തിരി സെല്ലുകൾ ഉണ്ടാവും. ഈ സെല്ലുകളെയെല്ലാം പരസ്പരം ലിങ്ക് ചെയ്യുന്നത് ഈ ജംഗ്ഷനിൽ വെച്ചിരിക്കുന്ന സിമെന്റിങ് മെറ്റീരിയൽസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പലതരം സെൽ ജംഗ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ആനിമൽ ടിഷ്യൂസ് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ സെൽസ്. കോശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സെല്ലുകളെ പരസ്പരം ബന്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് സെൽ ജംഗ്ഷൻ. സെല്ലുകളുടെ ഇടയിലുള്ള ജംഗ്ഷനുകൾ നടത്താം ഓരോ സെല്ലിൻ്റെയും. നമ്മളിപ്പം സിംഗിൾ ലെയർഡ് സെൽസ് ആണെങ്കിൽ അതിപ്പോൾ നമ്മൾ പറഞ്ഞ സിമ്പിൾ എപ്പിത്തീലിയം കൊളുമിനാർ ആണെങ്കിലും ക്യൂബോയിഡലാണെങ്കിലും സ്ക്വാമസ് ആണെങ്കിലും അവയൊക്കെ സിംഗിൾ ലെയർ ആകുമ്പം ഒറ്റ ജംഗ്ഷൻ വരുള്ളൂ. പക്ഷേ ഇപ്പം കോമ്പൗണ്ട് എപ്പിത്തീലിയം മൾട്ടി ലെയർ ആകുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് കുറേ ജംഗ്ഷൻ, ഒരേ സ്ഥലത്ത് തന്നെ പലതരം ജംഗ്ഷൻ വരണം. കാരണം ഒരു പാളി ഉണ്ടിട്ട് അതിന്റെ ജംഗ്ഷൻ അത് മറ്റൊരു സെൽ, അതിനടിയിൽ വേറൊരു പാളി ഉണ്ടെങ്കിൽ ആ പാളിയുമായും ജംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ കുറേ സെൽ ജംഗ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് വിവിധതരം ജംഗ്ഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രധാനമായും ആനിമൽ ടിഷ്യൂസിൽ 3 തരം സെൽ ജംഗ്ഷൻസ് ആണ് ഉള്ളത്. ജംഗ്ഷൻസ് 3 തരമാണ്. നമുക്ക് there are 3 types of cell junctions. എന്തൊക്കെയാണ്? ഒന്ന് ടൈറ്റ് ജംഗ്ഷൻസ്, പേര് ടൈറ്റ് ജംഗ്ഷൻസ്. മറ്റൊന്ന് അഡ്ഹറിംഗ് ജംഗ്ഷൻസ്. മൂന്നാമത്തേതാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഇത് ഈ ജംഗ്ഷൻസ് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിവിധതരം ജംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ഇങ്ങനെ 3 തരം ജംഗ്ഷനുകളാണ് നമ്മൾ സെൽ ജംഗ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ആ പേരുകൾ ശരിക്കും നോക്കുക. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ഇനി എന്താണ് ഇവ ഓരോന്നും? ആദ്യത്തേത് ടൈറ്റ് ജംഗ്ഷൻ ആണ്. ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ സർഫസ്. അതിന്റെ പ്രത്യേകത ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ലീക്കിംഗ് അക്രോസ് എ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അടുത്തടുത്തിരിക്കുന്ന ജംഗ്ഷനിടയിൽ ഒട്ടും സ്പേസ് ഇല്ലെങ്കിൽ അതിനിടയിലൂടെ ഒരു മെറ്റീരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയില്ല. അതിനെയാണ് നമ്മൾ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ സർഫസ്. അതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഏത് ജംഗ്ഷനാണ് ഈ സബ്സ്റ്റൻസ് ലീക്കേജ് തടയുന്നത്? ഇപ്പം നമ്മൾ സ്കിന്ന് നോക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലൂടെ എന്തെല്ലാം കടന്നു പോകുന്നുണ്ട്. നെർവ്സ് പോകുന്നുണ്ട്,
പിന്നെ ബ്ലഡ് വെസൽസ് കടന്നു പോകുന്നുണ്ട്. ഈ വസ്തുക്കളൊന്നും പുറത്തേക്ക് വരുന്നില്ല, നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് വരുന്നില്ല. ഇവയൊന്നും നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഈ വസ്തുക്കളെല്ലാം ഉപയോഗപ്പെടുന്നുമുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ കൈയോ കാലോ വളരുന്നു, ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ വളർന്നു വരുന്നു. അത് പോഷകവസ്തുക്കൾ കിട്ടിയാലേ വളരുള്ളൂ. ഒരു ചെടിയുടെ ഇലകളോ തണ്ടോ ഒക്കെ വളരുന്നത് നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ ശരീരം. ആ ശരീരത്തിന് ആവശ്യമായ പോഷകവസ്തുക്കൾ എത്തുന്നത് ബ്ലഡ് വഴിയാണ്. പക്ഷേ ആ ബ്ലഡിൽ നിന്ന് ആ വസ്തുക്കൾ എത്തുന്നത് പുറമെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് നമ്മുടെ സ്കിന്നിലൊക്കെ എല്ലായിടത്തും എത്തുന്നത് നമ്മൾ കാണുന്നില്ല. അത് ഉള്ളിൽ നിന്ന് സപ്ലൈ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വസ്തുക്കൾ പുറത്തേക്ക് വരാതെ തടയുന്നത് ഈ ടൈറ്റ് ജംഗ്ഷനുകളാണ്. ഉറച്ചു നിൽക്കുന്ന ടൈറ്റ് ജംഗ്ഷൻസ്, ടൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഉറപ്പുള്ളതാണ്, നല്ല ടൈറ്റ് ജംഗ്ഷനാണ്. അപ്പോൾ ഈ ടൈറ്റ് ജംഗ്ഷൻസ് ദേ സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ഫ്രം ലീക്കിംഗ് അക്രോസ് സർഫസ്. ഒരു സബ്സ്റ്റൻസും പുറത്തേക്ക് ലീക്ക് ചെയ്യാതെ, അത് സ്കിന്നിന് മാത്രമല്ല ഉള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്തരം ഈ ടൈറ്റ് ജംഗ്ഷൻസിന്റെ പ്രത്യേകത ദേ സ്റ്റോപ്പ് ലീക്കിംഗ് അക്രോസ് സബ്സ്റ്റൻസസ് ഇൻ ബിറ്റ്വീൻ സെൽസ്. സെല്ലുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യുന്നത് തടയുക എന്നതാണ് ടൈറ്റ് ജംഗ്ഷന്റെ പ്രത്യേകത. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ദേ സ്റ്റോപ്പ് ലീക്കിംഗ് അക്രോസ് ടിഷ്യൂസിനിടയ്ക്ക് ലീക്ക് ചെയ്യുന്നത് തടയുന്നതാണ് ടൈറ്റ് ജംഗ്ഷൻ. രണ്ടാമത്തെയാണ് അഡ്ഹെറിംഗ് ജംഗ്ഷൻസ്. അഡ്ഹെറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹെറിംഗ് നമ്മൾ ശരിക്കും ഒട്ടിപ്പിയാണെന്നാണ് അർത്ഥം. ഇവിടെ എന്താ അഡ്ഹെറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പെർഫോം സിമെന്റിംഗ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ. അടുത്തടുത്ത സെല്ലുകളെ എന്താ പറയുന്നത് സിമെന്റിംഗ് ആണ്. സിമെന്റിംഗ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ. ഇപ്പം അങ്ങനെ പറഞ്ഞ അതിൻ്റെ ഉദാഹരണം, ഇപ്പം നമ്മുടെ സെല്ലുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെല്ലുകൾ, ഇപ്പം നമ്മുടെ ഒരു വിരലെടുക്കുക. വിരൽ എന്ന് പറയുന്നത് ശരിക്കും സ്വതന്ത്രമായ ഒരു ഭാഗമാണ് അല്ലേ. ഓരോ വിരലും എടുത്ത് നോക്കുക, ഓരോ വിരലും സ്വതന്ത്രമാണ്. ആ വിരലിന്റെ അറ്റം വരെ സെല്ലുകളുണ്ടല്ലേ. വിരലിന്റെ അറ്റത്ത് വരെ സെല്ലുകളിൽ എത്ര സെല്ലുണ്ടാവും ഒരു വിരലിനകത്ത്. അപ്പൊ ആ സെല്ലുകൾ എന്തുകൊണ്ടാണ് ആ സെല്ലൊന്നും ഊരിപ്പോരാത്തത്? ആ സെല്ലിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആരാണ്? അകത്തുള്ള മറ്റു സെല്ലുകൾ. അങ്ങനെ ചെയ്യാൻ കാരണം ഈ അഡ്ഹെറിംഗ് ജംഗ്ഷനാണ്. തൊട്ടകത്തുള്ള സെല്ല് അതിനെ സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായി? അത് ഇതിൽ മാത്രമല്ല, അകത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ ലിവർ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ജീവികളുടെ ലിവറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ലിവറിൽ എന്താ പ്രത്യേകത? ആ ലിവർ പുറമെ ഒരു കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിനുള്ളിൽ ധാരാളം സെല്ലുണ്ട്. പക്ഷെ ആ സെല്ലൊന്നും പുറത്തേക്ക് ഊരി വീഴത്തില്ല. കാരണം എന്താ? അതിനെ അകത്തെ സെല്ലുകൾ സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അഡ്ഹെറിംഗ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പെർഫോം സിമെന്റിംഗ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ. അടുത്തടുത്ത സെല്ലുകളെ സിമെന്റ് ചെയ്ത് ഒന്നിച്ച് നിലനിർത്തുന്നു. അതാണ് അഡ്ഹെറിംഗ് ജംഗ്ഷൻ. അഡ്ഹെറിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇറ്റ് പെർഫോം സിമെന്റിംഗ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ. അടുത്തടുത്തുള്ള സെല്ലുകളെ തമ്മിൽ ചേർത്ത് നിർത്തുക എന്നതാണ് അഡ്ഹെറിംഗ് ജംഗ്ഷന്റെ ഫംഗ്ഷൻ. മൂന്നാമത്തേതാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. പേരിൽ തന്നെ അറിയാം, ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത് സ്പേസ് ഉണ്ട് എന്നർത്ഥം, ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്ടിങ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയൺസ്, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് ബിഗ് മോളിക്യൂൾസ്. ഇതാണ് ശരിക്കും സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻ വഴിയാണ്. ഈ ഗ്യാപ്പ് ജംഗ്ഷൻസിൽ സെല്ലുകൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് വസ്തുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് ജംഗ്ഷൻ വഴിയാണ്. ഇപ്പം നിങ്ങൾ ലിംഫ് എന്നൊക്കെ പറയുന്ന ദ്രാവകത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ബ്ലഡിൽ നൂറി വരുന്നതാണ് ലിംഫ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ലിംഫ് ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ജംഗ്ഷനുകളിലൂടെയാണ്. അപ്പോൾ അവിടെ ഗ്യാപ്പ് ജംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ലിംഫിനെ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അടുത്തടുത്തിരിക്കുന്ന സെല്ലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വഴി പല വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട മോളിക്യൂൾസ് ആണ് എന്താണ്? അയണുകൾ, അതുപോലെ സ്മോൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ്. ഇതാണ് നമ്മൾ ഗ്യാപ്പ് ജംഗ്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, there are 3 types of cell junctions. ഏതൊക്കെയാണ്? ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹെറിംഗ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ടൈറ്റ് ജംഗ്ഷൻസ് prevent substances leaking across a tissue, and adhering junctions perform to cement neighboring cells together, and gap junctions allow rapid transfer of ions, small and big molecules. ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ ജംഗ്ഷനെ കുറിച്ച് ഓർത്തിരിക്കണം. അപ്പം നമ്മൾ 3 തരം സെൽ ജംഗ്ഷനുകൾ ഉണ്ടെന്നും ആ സെൽ ജംഗ്ഷനിൽ ഓരോന്നിൻ്റെയും റോൾ എന്താണ് എന്നുമാണ് നമ്മൾ ഇതിൽ ഓർത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ മുൻവർഷത്തെ ചോദ്യപേപ്പർ പിന്നെ ഞാൻ അയക്കാം. ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഭാഗത്ത് ഈ ജംഗ്ഷൻ, എനിക്കൊന്ന് ഈ കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്നു സംശയമുണ്ട്. ഇതിലേതോ ഒരു ജംഗ്ഷനെ കുറിച്ച് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ വ്യത്യാസം ഇതാണ്. ടൈറ്റ് ജംഗ്ഷൻ ആണെങ്കിൽ അത് ശരിക്കും സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ഫ്രം ലീക്കിംഗ് അക്രോസ്, ഒരു വസ്തുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാതെ അതിൻ്റെ ലീക്കേജിനെ തടയുന്നവയാണ് ടൈറ്റ് ജംഗ്ഷൻ. അഡ്ഹെറിംഗ് ജംഗ്ഷൻ ആണെങ്കിൽ നൈബറിംഗ് സെൽസിനെ സിമെന്റ് ചെയ്ത് കൂടെ നിർത്തുന്നു. അതേസമയം ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദേ അലോ ട്രാൻസ്പോർട്ട് ഓഫ് അയൺസ്, സ്മോൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ 3 തരം ജംഗ്ഷൻസ്.
ഇനി നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ ആദ്യം പഠിച്ച എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഭാഗങ്ങളാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ വന്നതാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. അതായത് വിവിധതരം എപ്പിത്തീലിയൽ ടിഷ്യൂ ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓരോന്നും ഇവിടെ കാണുന്നു. അതിൻ്റെ രണ്ട് മോഡിഫിക്കേഷൻസ്, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയവും അതുപോലെ എൻഡോക്രൈൻ എക്സോക്രൈൻ ഗ്ലാൻസും പഠിച്ചു നമ്മൾ. പിന്നെ നമ്മൾ പഠിച്ചത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു. പിന്നെ സെൽ ജംഗ്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ എപ്പിത്തീലിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. നമ്മൾ 4 തരം ടിഷ്യൂസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ രണ്ടാമത്തെ കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ പേരിൽ മലയാളത്തിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യോജക കല എന്നാണ്, യോജിപ്പിക്കുന്ന കല. കണക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കണക്റ്റീവ് ടിഷ്യൂ മലയാളത്തിൽ പഠിച്ചവർക്കറിയാം. അതിന് നിങ്ങൾ യോജക കല എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. കണക്റ്റീവ് ടിഷ്യൂ എന്താണ് പ്രത്യേകത? ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ദ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ. ശരീരത്തിൽ മനുഷ്യ ശരീരത്തിലായാലും മറ്റു മൃഗങ്ങളുടെ ശരീരത്തിലാണെങ്കിലും ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി, മോസ്റ്റ് അബണ്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. യോജകലയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ പിന്നെ ഇപ്പം മൃഗങ്ങളുടെയൊക്കെ മാംസം ഭക്ഷിക്കുന്നു, ഇറച്ചി തിന്നുന്നു. ആ ഇറച്ചി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കണക്റ്റീവ് ടിഷ്യൂ, മസിൽസും കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ പ്രത്യേകത ദാറ്റ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ, ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ദേ ആർ ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ഓർഗൻസ് ബോഡി. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദേ ആർ ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ്. മറ്റ് ടിഷ്യൂസിനെ പോലും പരസ്പരം യോജിപ്പിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദേ ആർ ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ്. മറ്റ് ടിഷ്യൂസിനെ ലിങ്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അവയെ താങ്ങി നിർത്തുകയും അവയെ ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി ദ സെൽ സെക്രീറ്റ് ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് കോൾഡ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത്. ഈ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ് കൊളാജനും ഇലാസ്റ്റിനും. അത് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. കൊളാജൻ, ഇലാസ്റ്റിൻ എന്നിങ്ങനെ 2 തരം ഫൈബർ പ്രോട്ടീനുകളെ ഈ കണക്റ്റീവ് ടിഷ്യൂ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിട്ടില്ല. ദ കണക്റ്റീവ് ടിഷ്യൂ സെൽസ് സെക്രീറ്റ് 2 ടൈപ്സ് ഓഫ് സെല്ലുലാർ ഫൈബേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫൈബേഴ്സ്, കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ. കൊളാജൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊളാജൻ, നമ്മൾ മാംസം എന്ന് പറയുന്നത് ശരിക്കും കൊളാജനാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മാംസം എന്ന് നമ്മൾ പറയില്ലേ, അതെല്ലാം കൊളാജൻ ഫൈബറുകളാണ്. അതിനകത്തുള്ള നേരിയ ഫൈബറുകളാണ് ഇലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഈ 2 തരം ഫൈബറുണ്ട്, കൊളാജനും ഇലാസ്റ്റിനും. അപ്പം ഈ 2 ഫൈബറുകളെ കുറിച്ച്, ഈ 2 പ്രോട്ടീനുകളുടെ പേര് ഓർത്തിരിക്കാം. കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ 2 ഫൈബറുകളാണ്, നാരുകളാണ്. നമ്മുടെ ശരീരത്തിലുള്ള നാരുകളാണ് കൊളാജനും ഈ ഇലാസ്റ്റിൻ. 2 പ്രോട്ടീനുകൾ, പ്രോട്ടീൻ ഫൈബറുകളാണ്. അതാണ് ഓർത്തിരിക്കുന്നത്. ഇനി ദീസ് ഫൈബേഴ്സ് പ്രൊവൈഡ് സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ടിഷ്യൂ. ടിഷ്യൂവിന് ആവശ്യമായ സ്ട്രെങ്ത്, ബലം നൽകുന്നത്, ഇലാസ്റ്റിസിറ്റി, അതിന് ഒരു വലിവ് നൽകുന്നത്, ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഒരു ഫ്ലെക്സിബിലിറ്റി നൽകുന്നത്. ഇതെല്ലാം ഈ നമ്മൾ പറഞ്ഞ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആണ്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാലോ, നമ്മുടെ സ്കിന്നിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, വളരെ ചെറിയ കുഞ്ഞ്, 1 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ നമ്മൾ വിരൽ കൊണ്ട് അമർത്തിയാൽ എന്ത് പറ്റും? ആ അമർത്തിയ സ്ഥലത്തൊരു അടയാളം വരും അല്ലേ? കുറച്ച് സമയത്തേക്ക് ആ അടയാളം നിലനിൽക്കും. കാരണം ഈ ഫൈബേഴ്സ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. അകത്തുള്ള ഫൈബേഴ്സ് ഫ്ലെക്സിബിൾ, അവരുടെ ശരീരത്തിലുള്ള കൊളാജൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അടയാളം വരുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ അമർത്തിയാലേ അങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ ആ പാട് നിൽക്കുന്നതിൽ ഉടനെ തന്നെ തിരിച്ചു വരും. കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ എന്തിട്ട് ആ സ്കിന്നിൽ വലിച്ചാൽ ഇങ്ങനെ സ്കിൻ വലിഞ്ഞു വരും അല്ലേ? അപ്പോൾ ആ ഫൈബറിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. കാരണം ഈ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട ഇതാണ്, 2 തരം ഫൈബേഴ്സ് ഉണ്ട്, കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സും. അവയാണ് ടിഷ്യൂസിന് ആവശ്യമായ സ്ട്രെങ്തും ഇലാസ്റ്റിസിറ്റിയൊക്കെ നൽകുന്നതെന്നാണ്. ഇനി ദ സെൽസ് ഓൾസോ സെക്രീറ്റ് പോളിസക്കറൈഡ്സ് വിച്ച് ആക്ട് ആസ് മാട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഇതിൻ്റെ ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ പ്രത്യേകത അതിനൊരു മാട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. അതായത് അത് റെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കവറിംഗ് ടിഷ്യൂ ആണ് പറഞ്ഞത്. ആ കവറിംഗ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലെയറിൻ്റെ മുകളിലായിരിക്കുമല്ലോ. ആ ലെയറിനിടയ്ക്ക് വരുന്ന ഒരു മാട്രിക്സ് ആയിരിക്കും, ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിരിക്കും. ഇവിടുത്തെ ടിഷ്യൂസിനെല്ലാം അതായത് ഈ സെല്ലുകൾക്കിടയിൽ ചില മെറ്റീരിയൽസ് ഉണ്ട്. പോളിസാക്കറൈഡ്സ് ആണ് അത് പ്രധാനമായിട്ട്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാർബോഹൈഡ്രേറ്റുകളാണ്. നമ്മളിപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡാണ്. മനസ്സിലായി? ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിലെ ഗ്ലൂക്കോസ്, അത് കാർബോഹൈഡ്രേറ്റ് ആണ്, അതൊരു മോണോസാക്കറൈഡാണ്. ഒന്നിലധികം ഗ്ലൂക്കോസ് ചേരുമ്പോൾ, ഒന്നിലധികം ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്ന് ഡൈസാക്കറൈഡ് ഉണ്ടാവും. 2 എണ്ണം ചേർന്ന ഡൈസാക്കറൈഡ് ആവും, കുറേ എണ്ണം ചേർന്ന പോളിസാക്കറൈഡ്. അത്രേ ഉള്ളൂ. ഗ്ലൂക്കോസ് മാത്രമല്ല, പല കാർബോഹൈഡ്രേറ്റുകളുടെ ശരിക്കും അസോസിയേഷനാണ് പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഒന്നുമല്ല, കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു പോളിസാക്കറൈഡാണ്. സ്റ്റാർച്ച് എവിടെയാണ് സ്റ്റാർച്ച് കാണുന്നത്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താ? കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചാണ്. ചോറിനകത്തൊക്കെ സ്റ്റാർച്ചാണ് അടങ്ങിയിരിക്കുന്നത്. കഞ്ഞിവെള്ളം സ്റ്റാർച്ചിന് ഉദാഹരണം.
നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാർച്ച് ആണ് കഞ്ഞിവെള്ളമായിട്ട്, സ്റ്റാർച്ച് എന്ന് പറയുന്ന മോളിക്യൂൾ ടെസ്റ്റ് ചെയ്യാൻ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ്. ചോറിനകത്ത് അടങ്ങിയ സ്റ്റാർച്ചാണ്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ്, അങ്ങനെയുള്ള വസ്തുക്കൾ. ഈ പോളിസാക്കറൈഡുകൾ ആണ് ഇതിന്റെ മാട്രിക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ്. നമ്മളിവിടെ ഓർത്തിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അതിന്റെ ഫംഗ്ഷൻ അത് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് എന്നാണ്. പിന്നെ അതിന്റെ 2 ഫൈബർ പ്രോട്ടീനുകളാണ് കൊളാജനും ഇലാസ്റ്റിനും. ഈ 3 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്തിരുന്നാൽ മതി. കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ അടുത്തത്. ദ കണക്റ്റീവ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഇത് നമുക്ക് 3 തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. 3 തരം കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒന്ന് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, മറ്റൊന്ന് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, മറ്റൊന്ന് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. 3 കണക്റ്റീവ് ടിഷ്യൂ ആണ്. ലൂസ്, ഡെൻസ്, സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. In loose connective tissue, cells and fibers are loosely arranged in a semi-fluid ground substance. അതിന്റെ പ്രത്യേകത ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ലൂസ്, വളരെ അയഞ്ഞതാണ്. എന്താണ്? ദ സെൽസ് ആൻഡ് ഫൈബേഴ്സ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്. അതിനകത്തുള്ള സെല്ലുകളും ഫൈബറുകളും ഒക്കെ വളരെ ലൂസായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വളരെ ലൂസായിട്ട് അറിഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസുകൾ ഉണ്ടാവും, സെല്ലുകൾക്കിടയിൽ സ്പേസ് ഉണ്ടാവും. ഇനി സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അകത്തുള്ള അതിന്റെ മാട്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സെമി ഫ്ലൂയിഡ് ആണ്. അപ്പോൾ എന്ത് പറ്റും? സെമി ഫ്ലൂയിഡ് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ മാറിക്കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. അതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അഡ്യൂഷൻ അതൊക്കെ ഈ കണക്റ്റീവ് ടിഷ്യൂ വരുന്നതാണ്. നമ്മൾ അമർത്തി കഴിയുമ്പോൾ മാറിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വൃക്ഷത്തിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ ഒരു മരത്തിന്റെ തടിയുടെ മുകളിൽ പോയിട്ട് അമർത്തി എന്ത് പറ്റും? അത് കൊടുക്കത്തില്ല. കാരണം അതിന്റെ ടിഷ്യൂ ഉറപ്പുള്ള ടിഷ്യൂ കൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ടാണ് അത് വരാത്തത്. നമ്മുടെ ശരീരത്തിൽ പക്ഷേ അങ്ങനെയല്ല. സ്കിന്നിന്റെ ഉപരിതലത്തിൽ നമ്മൾ അമർത്തി കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുന്നതിന്റെ കാരണം ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. അതാണ് വ്യത്യാസം. ഇനി ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ പിന്നെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഏരിയോലാർ ടിഷ്യൂ. അതായത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ 3 തരം കണക്റ്റീവ് ടിഷ്യൂ ആണ്: ലൂസ്, ഡെൻസ്, സ്പെഷ്യലൈസ്ഡ്. അത് ലൂസിന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ഏരിയോലാർ ടിഷ്യൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ഏരിയോലാർ ടിഷ്യൂ. ഇനി എന്താണ് ഏരിയോലാർ ടിഷ്യൂ? ഇറ്റ് ഈസ് പ്രസന്റ് ബിനീത്ത് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന് തൊട്ടടിയിൽ കാണുന്ന ടിഷ്യൂ ആണ് ഏരിയോലാർ ടിഷ്യൂ. ബിനീത്ത് സ്കിന്നിലാണ്, നമ്മുടെ സ്കിന്നിന്റെ അടിവശത്തുള്ള ഒരു ലെയറാണ് ഏരിയോലാർ ടിഷ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിന് സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അതിന്റെ മുകളിലാണ് എപ്പിത്തീലിയം വരുന്നത്. നമ്മുടെ കവറിംഗ് ടിഷ്യൂ ആയ എപ്പിത്തീലിയം വരുന്നത് ഈ ഏരിയോലാർ ടിഷ്യൂവിന്റെ മുകളിലാണ്. അതാണ് പറഞ്ഞത്. ഇറ്റ് സെർവ്സ് ആസ് സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്. അതിനകത്ത് വരുന്ന സെല്ലുകളാണ് 3 തരം സെല്ലുകളാണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ്, സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 തരം ഫൈബർ അല്ലേ, കൊളാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അത്തരം ഫൈബറുകളെ സെക്രീറ്റ് ചെയ്യുന്ന ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്. പിന്നെ മാക്രോഫേജസ്, വലിയ സെല്ലുകളാണ് മാക്രോഫേജസ്, ആൻഡ് മാസ്റ്റ് സെൽസ്. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് നമുക്ക് ഇവയെല്ലാം കാണാം. ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ. ആ ഫൈബ്രോബ്ലാസ്റ്റിന്റെ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കി, ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് എഴുതിയതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന നീല കളറിലുള്ള ഭാഗങ്ങൾ, അതിനെയാണ് കൊളാജൻ ഫൈബർ എന്ന് പറയുന്നത്. കണ്ടോ, കൊളാജൻ ഫൈബർ. ആ കൊളാജൻ ഫൈബർ കൂടാതെ അതിന്റെ തൊട്ട് മുകളിൽ ആ കൊളാജൻ ഫൈബർ വരുന്നതിന്റെ ഇടയ്ക്ക് നിന്ന് ചെറിയ ഒരു പിന്നെന്താ പറയുന്നത്, ഒരു വയലറ്റ് കളറിൽ ഇടയ്ക്കൂടെ കുറേ ഫൈബറുകൾ പോകുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്രോസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. അവയാണ് നമ്മൾ ഇലാസ്റ്റിൻ ഫൈബറുകൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ, കൊളാജനും ഇലാസ്റ്റിൻ. കൊളാജൻ കുറച്ചുകൂടി കട്ടിയുള്ളതാണ്, ഇലാസ്റ്റിൻ നേർത്ത ഫൈബറുകളാണ്. ഈ ഫൈബറുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഫൈബ്രോബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങളാണ്. ഈ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഭാഗങ്ങളാണ് ഇത്തരം ഫൈബറുകളെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൊളാജൻ ഫൈബറിനെ ആയാലും ഇലാസ്റ്റിൻ ഫൈബറിനെ ആയാലും അതിനെയെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കൊളാജൻ ഫൈബറുകളെയും ഇലാസ്റ്റിൻ ഫൈബറുകളെയും സെക്രീറ്റ് ചെയ്യുന്ന ഫൈബ്രോബ്ലാസ്റ്റുകളുണ്ട്. പിന്നെ ഒന്ന് മാക്രോഫേജസ്. കണ്ടില്ലേ, ഈ വലിയ സെല്ലുകൾ മാക്രോഫേജസ്. ഈ മാക്രോഫേജസ് എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാക്രോഫേജസ് നമ്മുടെ സ്കിന്നിനടി കാണുന്ന സെല്ലുകളാണ്. ഈ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ വരുമ്പോൾ, നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള രോഗാണുക്കൾ സ്കിന്നിനകത്തൂടെ കയറും. ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള രോഗാണുക്കൾ സ്കിന്നിനകത്ത് നമുക്ക് ദ്വാരങ്ങളുണ്ടല്ലോ, ഈ രോമം പുറത്തേക്ക് വരുന്നത്, അതുപോലെ ഓരോ രോമകൂപങ്ങൾ ഉണ്ടല്ലോ പുറത്തേക്ക് ഹെയർ വരുന്നതിന്റെ ഭാഗത്ത് ചെറിയ സൂക്ഷ്മങ്ങളുണ്ട്, അവിടെ വിടവുണ്ട്. ആ വിടവിലൂടെയൊക്കെയാണ് രോഗാണുക്കൾ പലപ്പോഴും കയറുന്നത്. വിയർപ്പൊക്കെ തങ്ങി നിൽക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ എപ്പോഴും കുളിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം അതാണ്. നമ്മൾ ഈ ശരിക്കും ഹെയർ ഫോളിക്കിൾസിന്റെ ഭാഗത്തായിട്ട് ചെറിയ ദ്വാരങ്ങളുണ്ട് അതിന് ചുറ്റും. അപ്പോൾ ആ ദ്വാരങ്ങളിലൂടെയൊക്കെ രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ കിടക്കാം. പിന്നൊന്ന് വിയർപ്പ് പുറത്തേക്ക് വരുന്ന വിയർപ്പിന്റെ ഓപ്പണിങ്സ്, സ്വെറ്റ് ഗ്ലാൻസിന്റെ ഓപ്പണിങ്സ്, അതും വിയർപ്പ് പുറത്തേക്ക് വരുന്നത് ആ സുഷിരങ്ങളിലൂടെയാണ്. അത് പുറത്തേക്ക് മാത്രമേ അനുവദിക്കുള്ളൂ. പക്ഷേ ചില സമയത്ത് നല്ല ശക്തരായ രോഗാണുക്കളാണെങ്കിൽ രോഗാണുക്കൾ ഭാഗത്തേക്ക് പോകും.
അങ്ങനെ ശരീരത്തിനകത്ത് കടക്കാൻ ശ്രമിക്കുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്തുന്നത് ഇത്തരത്തിലുള്ള മാക്രോഫേജസ് ആണ്. അതാണ് മാക്രോഫേജസിന്റെ ധർമ്മം. അവ ഈ ഫാഗോസൈറ്റോസ് ഒക്കെ ചെയ്ത് പുറത്തു വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക. പക്ഷേ ചിലപ്പം മാക്രോഫേജസിനേക്കാളും ശക്തന്മാരാണ് രോഗാണുക്കൾക്ക് നടക്കുന്നില്ല. പക്ഷെ പൊതുവെ നമുക്ക് രോഗങ്ങളൊക്കെ വരാം. നമുക്ക് എന്തെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ എന്തെല്ലാം തരത്തിലുള്ള രോഗാണുക്കൾ, നമ്മൾ വെറുതെ ഇരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും എത്ര ബാക്ടീരിയകൾ ഉണ്ടാവും, എത്ര വൈറസുകൾ ഉണ്ടാവും, എത്ര ഫംഗസുകൾ ഉണ്ടാവും, മറ്റെന്തെല്ലാം സൂക്ഷ്മജീവികളുണ്ടാവും. ഈ സൂക്ഷ്മജീവികളൊന്നും നമ്മുടെ ശരീരത്തിൽ കടക്കാതെ തടയുന്നത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയതുകൊണ്ടാണ്. നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത് സ്കിന്നാണ്. നമ്മൾ ആലോചിക്കും, ഒരു നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ആ ശരീരത്തിനുള്ളിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് ജീവജാലങ്ങളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികളൊന്നും നമ്മുടെ ശരീരത്തിൽ കടക്കാതെ തടയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ സ്കിൻ ലെയറുകളാണ്. ആ സ്കിൻ ലെയറിൽ ഒന്നാമത്തേതാണ് നമ്മൾ പറയുന്ന ഈ ഏരിയോല ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള സെല്ലുകളാണ്, ഈ വലിയ സെല്ലുകളെയാണ് നമ്മൾ മാക്രോഫേജസ് എന്ന് പറയുന്നത്. മാക്രോഫേജസ് ആണ് നമുക്ക് ശരിക്കും രോഗാണുക്കൾ നശിപ്പിക്കാൻ സഹായിക്കുന്നത്. പിന്നെ ഒന്ന് മാസ്റ്റ് സെൽസ് എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവിടെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. മാസ്റ്റ് സെൽ എന്ന് പറയുന്നതാണ് നമുക്ക് അലർജി ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ ഒരു കൊതുക് കടിച്ച ഉടനെ എന്ത് പറ്റും? കൊതുക് കടിക്കുന്ന ഭാഗത്ത് നമുക്ക് തടിച്ചു വരും അല്ലേ? കൊതുകോ അല്ലെങ്കിൽ ഒരു പുഴു നമ്മുടെ ശരീരത്തിൽ കയറി നേരിക്കാം, ഉടനെ നമ്മുടെ ആ ഭാഗം തടിച്ചു വരും. ഏറ്റവും പ്രധാനം നമുക്ക് കൊതുക് കടിച്ച ഉദാഹരണമാണ്. കൊതുക് കടിക്കുന്ന ഭാഗം എന്ത് വരും? അല്പം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തടിച്ചു വരും. അത് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന സെല്ലുകൾ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഹിതകരമല്ലാത്ത ഒരു വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് വന്ന ഉടനെ ഏറ്റവും പെട്ടെന്ന് ഉപയോഗിക്കപ്പെടുന്നവയാണ് മാസ്റ്റ് സെൽസ്. അവയുടനെ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് തടിച്ചു വരുന്നത്. ഉറുമ്പോ എന്തെങ്കിലും നമ്മളെ കടിച്ച ഉടനെ നമുക്ക് അവിടെ തടിച്ചു വരുന്നതിന് കാരണം ഈ മാസ്റ്റ് സെൽസ് ആണ് അതിന് കാരണം. അപ്പോൾ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെല്ലുകളാണ് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്നത് എവിടെയാണ്? ഈ ഏരിയോല ടിഷ്യൂ എന്ന് അറിയപ്പെടുന്ന ടിഷ്യൂലാണ്. അപ്പോൾ ഏരിയോല ടിഷ്യൂവിൽ എന്തൊക്കെയുണ്ട്? ഫൈബ്രോബ്ലാസ്റ്റുകളുണ്ട്, മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെൽ. ഈ മാക്രോഫേജസ് ബ്ലഡിലും കാണുന്നുണ്ട്, ഇവിടെ ഇടുമ്പോൾ മാത്രമല്ല, ഏരിയോല ടിഷ്യൂവിൽ ഉണ്ടെന്നേ ഉള്ളൂ. മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, മാസ്റ്റ് സെൽസ് എന്നിങ്ങനെ 3 തരം സെല്ലുകളാണ് നമ്മൾ ഏരിയോല ടിഷ്യൂ കാണുന്നത്. ഇതും ഈ ചിത്രം ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളോട് ചിത്രം വരയ്ക്കാനല്ല, ഈ ചിത്രം എന്തിൻ്റെ ചിത്രമാണ്? ഏരിയോല ടിഷ്യൂ ആണെന്ന് നമ്മൾ അറിയില്ല, ഇതെവിടെയാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഏരിയോല ടിഷ്യൂവിൻ്റെ ചിത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏരിയോല നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ എന്നൊരു ടിഷ്യൂ കൂടി ഇതിനകത്ത് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഏരിയോല ടിഷ്യൂ ആണ് ഒന്നാമത്തെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അവിടെ ലൂസ് എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലായില്ല. നിങ്ങൾ ആ സെല്ലുകൾക്കിടയിലൊക്കെ നോക്കി ഇഷ്ടംപോലെ ഫ്രീ സ്പേസുകളില്ലേ, ഓരോ സെല്ലിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ ഗ്യാപ്പാണ് കാണുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെ ലൂസ് ടിഷ്യൂ എന്ന് പറയുന്നത്. മറ്റ് ഫൈബറുകളായെങ്കിലും മറ്റ് സെല്ലുകളാണെങ്കിലും എല്ലാം ഇടയ്ക്ക് അവിടെ ഇവിടെ ഉള്ളൂ, ഇടയ്ക്കെല്ലാം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഒന്നാമത്തെയാണ് ഏരിയോല ടിഷ്യൂ, ഇറ്റ് ഇസ് ഫൗണ്ട് ബിനീത്ത് ദ സ്കിൻ. അതൊരു സപ്പോർട്ട് ഫ്രെയിംവർക്കാണ്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന സെല്ലുകളാണ് ഫൈബ്രോബ്ലാസ്റ്റുകൾ, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഈ ചിത്രം എന്താണെന്ന് ഓർക്കുക. ഏരിയോല ടിഷ്യൂ ആണ്. എവിടെയാണ് കാണുന്നത് ഓർക്കുക? ബിനീത്ത് ദ സ്കിന്നാണ്. ഏത് തരം സെല്ലുകൾ അതിനകത്ത് കാണുന്നത് ചോദിച്ചാൽ 3 തരം സെല്ലുകളാണ്: ഫൈബ്രോബ്ലാസ്റ്റുകൾ, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. അതാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഏരിയോല ടിഷ്യൂ. ഇനി രണ്ടാമത്തേതാണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ ആണ് നമ്മൾ രണ്ടാമത്തെ കാണുന്നത്. അതിൻ്റെ ചിത്രം അതിൻ്റെ വലതുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് മെയിൻലി ബിൻ ദി സ്കിൻ. ഇതും നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെ കാണുന്ന ലെയറാണ്. സ്കിന്നിൻ്റെ ഈ ഏരിയോല ടിഷ്യൂ പോലെ തന്നെ സ്കിന്നിനടിയിൽ കാണുന്ന അഡിപ്പോസ് ടിഷ്യൂ. പക്ഷേ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് സ്റ്റോറിങ് ഫാറ്റ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. ദി സെൽസ് ഓഫ് ദി ടിഷ്യൂ ആർ സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. ഫാറ്റ് സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ. ഫാറ്റിനെ, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പ് ധാരാളം ഉണ്ടാവും അല്ലേ? മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൊഴുപ്പ് കൂടുതൽ കഴിക്കുന്ന ജീവിയാണ്. ഫാറ്റ് മിക്കവാറും എണ്ണ ഉപയോഗിക്കുന്നവരിലെല്ലാം കൊഴുപ്പ് വരും. കാരണം ഫാറ്റ് എന്ന് പറയുന്നത് എണ്ണകളാണ് പ്രധാനമായിട്ടും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മൾ എല്ലാ ഭക്ഷണ വസ്തുക്കളിലും എണ്ണ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? എന്ത് കഴിച്ചാലും കടുക് വറുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കും. അതിലെല്ലാം ഫാറ്റുണ്ട്. ഈ ഫാറ്റ് എൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ ഫാറ്റ് ഒരുപാട് നമ്മുടെ ശരീരത്തിലും ആഹാരത്തിനോടൊപ്പം വരുന്നെങ്കിലും നമ്മുടെ ഒരു പ്രത്യേകത, നമുക്ക് ഈ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഇല്ല. ശരിക്കും പറഞ്ഞു ഫാറ്റിനെ നേരിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. നമുക്കറിയില്ല, കൊഴുപ്പ് കലർന്ന ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിശപ്പ് കുറയത്തില്ലേ? നമ്മളിപ്പോൾ ഒരു പഴംപൊരിയോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് വിശക്കുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചാൽ വിശക്കുന്നില്ല എന്ന് പറയും. ഇതിൻ്റെ കാരണം എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് നമുക്ക് പെട്ടെന്ന് കുറയും. കാരണം അത് പെട്ടെന്ന് ദഹിക്കില്ല എന്നുള്ളതാണ് കാരണം. ഫാറ്റിനെ പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് നമുക്കില്ല. അതിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കഴിയും. ദഹിപ്പിക്കില്ലെന്നല്ല, ദഹിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അത് കുറച്ച് പ്രയാസമാണ്. നേരിട്ട് മറ്റ് വസ്തുക്കൾ ദഹിപ്പിക്കുന്ന പോലെ നമുക്ക് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ എപ്പോഴും ഫാറ്റ് അമിതമായി വരും. അങ്ങനെ അമിതമായി വരുന്ന ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ അഡിപ്പോസ് ടിഷ്യൂലാണ്. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. സോ അഡിപ്പോസ് ടിഷ്യൂ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. അത് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എവിടെയാണ് കാണുന്നത്? ബിനീത്ത് സ്കിന്നാണ്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ടു സ്റ്റോർ ഫാറ്റ്സ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കി അറിയാം, അതിനകത്ത് ഫാറ്റ് സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ?
ആ ഒരു ഒറ്റ ആ റൗണ്ട് എന്ന് പറയുന്നത് ഓരോ സെല്ല്, ഓരോ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളാണത്. ആ ഓരോ സെല്ലുകളാണ് ഓരോന്ന് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫാറ്റ് സ്റ്റോറേജ് ഏരിയ, ആ വെളുത്ത് കാണുന്ന പ്രതലങ്ങളിലാണ് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആവശ്യാനുസരണം ഉപയോഗിക്കാനാണ്. നമ്മൾ ഫാറ്റ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അമിതമായി ഫാറ്റ് കിട്ടുമ്പോൾ അതെല്ലാം ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഭക്ഷണത്തിൽ എപ്പോഴും നമുക്ക് ശരീരത്തിലെ ആഹാരത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ കുറവ് വരുമ്പോൾ ഈ ഫാറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വീണ്ടും ചെറിയ, ഇപ്പം നമ്മൾ ഒരാൾ പറയുന്നില്ല, ഇപ്പോൾ ഒരാൾ ആഹാരം കഴിക്കാൻ ദിവസം പോലെ കിടക്കുന്നു, നിരാഹാരം അനുഷ്ഠിക്കുന്നവർ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവർ, പട്ടിണി സമരം നടത്തുന്നവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വരാത്തതിൻ്റെ കാരണം എന്താ? അവരുടെ ശരീരത്തിലുള്ള ഇതുപോലുള്ള ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പട്ടിണി കിടന്നാൽ മെലിയുമല്ലോ, നമുക്കറിയാലോ. പട്ടിണി കിടന്നാൽ ശരീരം മെലിയും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആഹാരം ശരിക്കും കഴിക്കാൻ ശരീരം മെലിഞ്ഞു പോകും. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ നമ്മൾ ആഹാരം ശരീരത്തിൽ കിട്ടാൻ വരുമ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് ഫാറ്റ് കൺവേർട്ട് ചെയ്ത് ഫുഡാക്കി മാറ്റും. അപ്പോൾ എന്ത് പറ്റും? ആ സ്റ്റോർ ചെയ്ത ഫാറ്റിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ വണ്ണം കുറയും. അതുകൊണ്ടാണ് മെലിഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നൊരു ടിഷ്യൂ ആണ്. ഇനി the excess of nutrients which are not used immediately are converted into fats and are stored in this tissue. The number of layers are അവിടെ സ്റ്റോർഡ് എന്ന് വരെ മതി. നോട്ട് ചെറിയ എന്ത് മിസ്റ്റേക്ക് ആണ്. സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ എന്ന് പറയാം. സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ. ദ നമ്പർ ഓഫ് ലേയേഴ്സ് ദേ ആർ ഓഫ് 2 types എന്നുള്ളത് വേണ്ട, അതില്ല, മിസ്റ്റേക്ക് ഒരു നോട്ടിൽ വന്നാൽ. അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ. ദ എക്സസ് ഓഫ് ന്യൂട്രിയൻസ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആർ കൺവേർട്ടഡ് ഇൻടു ഫാറ്റ്സ് ആൻഡ് ആർ സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ. അങ്ങനെ ഓർത്താൽ മതി. അതായത് നമ്മുടെ ശരീരത്തിൽ അധികം വരുന്ന ന്യൂട്രിയൻസിനെല്ലാം ഫാറ്റായി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. ഇപ്പം ഈ ഫാറ്റിൻ്റെ അളവ് കുഞ്ഞുങ്ങളായിരിക്കും വളരെ കൂടുതലായിരിക്കും. നമ്മൾ വളർന്നു വരുന്നവരും ഫാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ചെറിയൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ അറിയാമല്ലോ, ആ കൈയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അടയാളം വരും എന്നൊക്കെ പറഞ്ഞതിന് കാരണം ഫാറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് അവർക്ക്. കാരണം അവർ അധികം എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല. അവർക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ എന്ത് വെച്ചാൽ അവരധികം ഓടുകയും നാടുകയും ചാടുകയും ചെയ്യാത്തതുകൊണ്ട് അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. വളർന്നു വരുന്നവർ അത് കുറഞ്ഞു വരും. ഇപ്പം നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഫാറ്റ് ഉണ്ടാവും നല്ലോണം. കാരണം നിങ്ങൾ കൗമാരത്തിൽ ഇപ്പോൾ വലിയ എക്സസൈസൊന്നും ചെയ്യാത്തതുകൊണ്ടും ഒക്കെ നിങ്ങളുടെ ശരീരത്തിലും ഫാറ്റ് ഉണ്ടാവും. പക്ഷെ പ്രായമായി വരുമ്പോൾ ഇപ്പം എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരു ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ അളവ് കുറഞ്ഞ് വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനുള്ള നിങ്ങൾ വളരെ പ്രായമായവരെ കണ്ടില്ലേ, വളരെ തൊലിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി വരുന്നത്. അതിൻ്റെ കാരണം ഫാറ്റെല്ലാം തീർന്നു പോകുന്നതാണ്. ഭക്ഷണമൊക്കെ കുറയും, പ്രായമായി കഴിയുമ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഫാറ്റ് എല്ലാം ഉപയോഗിച്ച് തീരും. അപ്പോൾ സ്കിൻ ചുളുങ്ങി വരും. അതാണ് നമുക്ക് ഈ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ ശരീരത്തിലെ എക്സസ് ന്യൂട്രിയൻസിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അഡിപ്പോസ് ടിഷ്യൂ ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ, സ്റ്റോറേജ് ടിഷ്യൂ ആണ്. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ ബിൻ സ്കിന്നാണ്, സ്റ്റോറിങ് ഫാറ്റ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഏരിയോലർ ടിഷ്യൂ, മറ്റൊന്ന് അഡിപ്പോസ് ടിഷ്യൂ. അതിൽ ഏരിയോലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലാണ് കാണുന്നത്. അതിൽ ശരിക്കും 3 തരം സെല്ലുകളുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ മൈക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്. അതുപോലെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും അതും സ്കിന്നിനടിയിൽ തന്നെ കാണുന്ന ടിഷ്യൂ ആണ്. പക്ഷേ പ്രത്യേകത അത് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടിഷ്യൂ ആണ്. അത്രേ ഉള്ളൂ. അതിൻ്റെ ചിത്രം ഈ അതും ചിത്രം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ചിത്രം എന്താണെന്നുള്ളത്. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇതെല്ലാം ഈ ചിത്രങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ്, സ്പെഷ്യലൈസ്, 3 നമ്മൾ പറഞ്ഞത്. അതിൽ രണ്ടാമത്തെയാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കാണ് അല്ലേ. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്. കുറച്ചുകൂടി അടുത്തടുത്ത്, നേരത്തെ കണ്ടതിനേക്കാൾ നേരത്തെ ലൂസ് ആയിരുന്നു, ഇത് കുറച്ചുകൂടി ഡെൻസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി തിക്ലി പാക്ഡ് ആണ്. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്. ബേസ്ഡ് ഓൺ ദ ഓറിയന്റേഷൻ ഫൈബേഴ്സ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആർ ഓഫ് 3 types. അതിനെ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഫൈബേഴ്സിൻ്റെ എങ്ങനെയാണ് ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ വീണ്ടും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ തന്നെ നമുക്ക് വീണ്ടും പലതായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് റെഗുലർ, അവിടെ നോക്കി ആ ചിത്രം നോക്കി, അതിൻ്റെ വലതുവശത്തോട് ചിത്രം നോക്കുക. അതിൽ കാണുന്നത് നമുക്ക് കൊളാജൻ ഫൈബറുകളും കാണാം, ഇടയ്ക്കിടയ്ക്ക് സെല്ലുകളാണ്. ആ ഫൈബ്രോബ്ലാസ്റ്റുകളാണ് അതിനകത്ത് കാണുന്ന ആ കളേർഡ് സെൽസ്, ഒരു വയലറ്റ് കളർ സെല്ലുകൾ കാണുന്നതാണ് അതിനകത്ത് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിൽ ദ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ റോസ് ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. ഈ അതിൻ്റെ അകത്ത് പാരലായിട്ടാണ് കാണുന്നത്, കണ്ടില്ലേ? ആ കൊളാജൻ ഫൈബർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, ആ വര പോലെ കാണുന്നത്, വെള്ളം പോലെ. നമുക്ക് ചിത്രം വെള്ളം വരയ്ക്കുമ്പോൾ അടക്കപ്പെട്ട ഒരു ചിത്രം പോലെയല്ലേ ഉള്ളത്. അതിനകത്ത് കാണുന്ന ആ ഫൈബറുകൾ, നേർത്ത ഫൈബറുകൾ കൊളാജൻ ഫൈബറുകളാണ്. ആ കൊളാജൻ ഫൈബറുകളെല്ലാം ഇങ്ങനെ പാരലൽ ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ കാണുന്ന സെല്ലുകളാണ് ഫൈബ്രോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ദ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ റോസ് ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. അത് 2 തരത്തിലുള്ളത്, ടെൻഡൻസും ലിഗമെന്റ്സും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻഡൻ ആൻഡ് ലിഗമെന്റ്. ടെൻഡൻ, ലിഗമെന്റ്. എന്താണ്
ടെൻഡൻസ് അറ്റാച്ച് സ്കെൽട്ടൽ മസിൽസ് ടു ബോൺസ്. ഒരു മസിലിനെ ബോണുമായി അറ്റാച്ച് ചെയ്യുന്നത് ടെൻഡൻ വഴിയാണ്. മസിലിനെ ബോണുമായി അറ്റാച്ച് ചെയ്യുന്നതാണ് ടെൻഡൻ. ബട്ട് ലിഗമെന്റ്സ് അറ്റാച്ച് വൺ ബോൺ ടു അനദർ ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ലിഗമെന്റ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ടെൻഡൻ, ലിഗമെന്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെ സ്നായുക്കൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പഠിച്ചു. നമ്മൾ കണ്ണിലൊക്കെ ഇല്ലേ നിങ്ങൾ ലിഗമെന്റ്സ് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സ്പോർട്സ് ഒക്കെ പങ്കെടുക്കുന്നവർക്കറിയാം, ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ലിഗമെന്റ് വലിഞ്ഞു എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഈ ലിഗമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബോണിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തതാണ്. നമ്മുടെ ഈ ബോണുകൾ തമ്മിൽ ചേർന്ന് വരുന്നത് രണ്ട് ബോണുകൾ. ഇപ്പൊ കൈയുടെ മുട്ടിന് നമ്മൾ എൽബോയുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് വശത്ത് വരുന്ന ബോണുകളുണ്ട്. ആ ബോണുകൾ തമ്മിൽ ഒരേ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഈ പുറത്തുനിന്ന് വരുന്ന ബോണുകളും കൈയുടെ ബോണുണ്ട്, ഷോൾഡർ ബോണുണ്ട്. ഈ ബോണുകൾ തമ്മിൽ ഉരസായിരിക്കുന്നത് അവിടെ ലിഗമെന്റ് വെച്ച് അതിനെ യോജിപ്പിച്ചിട്ടുണ്ട്. അത് പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ ആണല്ലോ, അതിനെ യോജിപ്പിക്കുന്നതാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിഗമെന്റ് ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറെ കാലം നമ്മളിപ്പോ ഈ ക്രിക്കറ്റൊക്കെ കളിക്കുന്നവർ ബോളറിയൊക്കെ ചെയ്യുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് അവിടെ തേയ്മാനം സംഭവിക്കുന്നതൊക്കെ പറയും. അല്ലാതെ ഇപ്പോൾ ആൾക്കാർക്ക് ഷോൾഡർ തേയ്മാനമൊക്കെ വരുന്നുണ്ട്. അത് ഈ ലിഗമെന്റിലാണ് അവിടെ ശരിക്കും തേയ്മാനമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ബോണിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ലിഗമെന്റും മസിലിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ടെൻഡനും. ഇതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്, ടെൻഡൻ ലിഗമെന്റ് തമ്മിലുള്ള വ്യത്യാസം. ടെൻഡൻ എന്ന് പറയുന്നത് രണ്ട് ബോണുകൾക്കിടയിലുള്ളതാണ്. ടെൻഡൻ എന്ന് പറയുന്നത് മസിലിന്റെ ബോണിന്റെ ഇടയിലുള്ളതാണ്. ഒരു മസിലിനെ ബോണുമായിട്ട്, അത് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഇപ്പൊ ഈ കയ്യിലെ തന്നെ ഒരു നമ്മുടെ പിന്നെ ഷോൾഡർ ബോൺ നോക്കുക, അകത്തൊരു ബോൺ ഉണ്ടല്ലോ. ആ ബോണിനെ തൊട്ട് മുകളിലുള്ള നമ്മുടെ പിന്നെ മസിലുകളുണ്ട്. അതിൽ ആ മസിലുകളുമായി ബന്ധിപ്പിക്കുന്നത് ഈ ടെൻഡനാണ്. പക്ഷേ ലിഗമെന്റ് എന്ന് പറയുന്നത് ബോണിനെ ബോണുമായിട്ടാണ് ബന്ധിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വ്യത്യാസം ഓർത്താൽ മതി. ഒരു മസിലിനെ ബോണുമായി രണ്ടും ഓരോ ഭാഗത്തും ഒരു ബോണും മസിലും കൂടെ ചേർന്ന് വരുന്നതിന് ഇടയ്ക്ക് എപ്പോഴും ടെൻഡൻ ഉണ്ടാവും. പക്ഷെ ഒരു ബോണിനും മറ്റൊരു ബോണിനും ഇടയിൽ കാണുന്ന ലിഗമെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം, എന്താണ് മസിൽ ടെൻഡൻ ബോൺ, മസിൽ ടെൻഡൻ ബോൺ. പക്ഷെ ലിഗമെന്റ് വരുന്നിടത്തോ ബോൺ ലിഗമെന്റ് ബോൺ, അങ്ങനെ വെച്ച് പഠിച്ചാൽ മതി. രണ്ട് ബോണുകൾക്കിടയിലാണ് ലിഗമെന്റ് കാണുന്നത്, എന്നാൽ മസിലിന്റെയും ബോണിന്റെയും ഇടയിലാണ് ടെൻഡൻ കാണുന്നത്. ഇത് മാറിപ്പോരുത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും നമ്മൾ ഈ ഡെൻസ് റെഗുലർ ടിഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ്. ഇനി മറ്റൊന്ന് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ആണ്. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഡെൻസ് ഇറഗുലർ ടിഷ്യൂല് ദ ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് മെനി ഫൈബേഴ്സ് മോസ്റ്റ്ലി കൊളാജൻ ദാറ്റ് ആർ ഓറിയന്റൽ ഡിഫറെന്റ് ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കാണുന്നുണ്ട് അതിനകത്ത് നമ്മൾ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് സെല്ലുകളുടെ ക്രമീകരണം ആ ചിത്രത്തിലൊന്ന് നോക്കി നിങ്ങൾ എന്താണ് പ്രത്യേകത. അവിടെ നമുക്ക് ഈ പാരലൽ ബണ്ടിൽസ് ആയിട്ടല്ല കാണുന്നത്. ഫൈബ്രോബ്ലാസ്റ്റ് അവിടെ നമുക്ക് കാണാം, കൊളാജൻ ഫൈബേഴ്സും കാണാം. പക്ഷേ ഈ കൊളാജൻ ഫൈബേഴ്സ് അവിടെ ഇവിടെ ഇങ്ങനെ അറേഞ്ച്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ല അവിടെ കാണുന്നത്. ദേ ആർ ഫൈബ്രോബ്ലാസ്റ്റ് മെനി ഫൈബേഴ്സ് മോസ്റ്റ്ലി കൊളാജൻ ആർ ഓറിയന്റഡ് ഡിഫറെന്റ് ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. നേരത്തെ പോലെ ഒരു ക്രമത്തിലല്ല. നേരത്തെ എല്ലാം പാരലായിട്ട് അറേഞ്ചിരിക്കുകയായിരുന്നു. ഇതങ്ങനല്ല, ഇത് ഇങ്ങനെ ചിതറി കിടക്കുന്ന പോലെ കാണുന്നത്. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതും കാണുന്നത് സ്കിന്നിൽ തന്നെയാണ്. സ്കിന്നിൽ കാണുന്നതാണ് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെൻസ് ടിഷ്യൂവിന് ഡെൻസ് റെഗുലറും പറഞ്ഞു. അതിൽ ഡെൻസ് റെഗുലറിലാണ് ടെൻഡൻ ലിഗമെന്റ്. എനിക്ക് തോന്നുന്നു ഇത് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇതെല്ലാം പരീക്ഷ എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രധാനമായിട്ടും പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ ഇത് നോക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ ക്വസ്റ്റ്യനിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഡെൻസ് ടിഷ്യൂ എന്ന് പറയുന്നത്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന ഫൈബ്രോബ്ലാസ്റ്റ് കോമ്പാക്ട്ലി ഡെൻസ്ലി പാക്ഡ് ആണ്. അതൊന്ന് ഓർത്തിരിക്കണം. അത് രണ്ട് തരത്തിലാണ് പറയുന്നത്, ഡെൻസ് റെഗുലറും ടെൻസ് റെഗുലറും. അത് ഡെൻസ് റെഗുലറിൽ തന്നെ ടെൻഡൻ ലിഗമെന്റ് എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അവിടെ അതിനകത്ത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂല് ഡെൻസ് റെഗുലർ അവിടെ എഴുതിയപ്പം 3 എഴുതി അല്ലേ? ശരിക്കും 3 2 ടൈപ്സ് ഉള്ളൂ. അത് നമ്മൾ എഴുതിയപ്പോൾ നിങ്ങൾ അത് തിരുത്തിയില്ല. അത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആർ ഓഫ് 3 ടൈപ്സ് ഉള്ള 2 ടൈപ്സ് മതി. ചെറിയ മിസ്റ്റേക്ക് വന്ന 2 ടൈപ്സ് ആണ്, ഡെൻസ് റെഗുലറും ഡെൻസ് റെഗുലറും. ഇത് വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ എത്രയും മതി, ഡെൻസ് 2 ടൈപ്സ് എന്ന് പറയുക, ഡെൻസ് റെഗുലറും ഡെൻസ് റെഗുലറും. അത് ഡെൻസ് റെഗുലറിലാണ് ടെൻഡൻ ലിഗമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ആണ്. ഈ ചിത്രം നിങ്ങൾ നന്നായി നോക്കി വെക്കുക, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ കൂടെ ഉള്ളൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം. അതായത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാർട്ടിലേജ്, ബോൺസ്, ബ്ലഡ് എന്നിവ 3 അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരും. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്, ബോണ്, ബ്ലഡ്. കാർട്ടിലേജ്, ബോണ്,
ബ്ലഡ്. ഇതിൽ ഒന്നാമത്തെ കാർട്ടിലേജ്. നമ്മളിപ്പോൾ കാർട്ടിലേജ് ഫിഷസിനെ കുറിച്ച്, ബോഡി ഫിഷസിനെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പോൾ കാർട്ടിലേജ് ഞാൻ പറഞ്ഞായിരുന്നു. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി എന്നാണ് അർത്ഥം, ബലം കുറഞ്ഞ അസ്ഥി. നമ്മൾ പറഞ്ഞു മൂക്കിൻ്റെ പാലം അല്ലെ ചെവി, നമ്മുടെ ചെവിയുടെ ഇത് ഒരു ബോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാർട്ടിലേജ് തരുണാസ്ഥി എന്ന് പറഞ്ഞാൽ കുറച്ച് ബലം കുറഞ്ഞ, ബലമുണ്ട് പക്ഷേ അത്ര ബോണിൻ്റെ അത്രയും ഉറപ്പില്ല, അതാണ് പ്രത്യേകത. അപ്പം കാർട്ടിലേജിന് ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ, അതിൻ്റെ ടിഷ്യൂവിൻ്റെ സെല്ലിൻ്റെ പേരെന്താണ്? കോൺട്രോസൈറ്റ്സ്. അതിൻ്റെ വലതുവശത്തെ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കാർട്ടിലേജ് സെൽസ്, കോൺട്രോസൈറ്റ്സ് കാണുന്നുണ്ട്. കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകതയാണ് ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ദ കോൺട്രോസൈറ്റ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്മോൾ ക്യാവിറ്റീസ് വിത്തിൻ ദ മാട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം. അതിനകത്ത് അവ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു മാട്രിക്സിനുള്ളിലാണ് ഈ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകൾ കാണുന്നത്. ഈ കാർട്ടിലേജ് സെല്ലുകളെയാണ് നമ്മൾ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കാർട്ടിലേജ് സെല്ലുകളുടെ പേരാണ് കോൺട്രോസൈറ്റ്സ്. ഇനി മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഇൻ വെർട്ടിബ്രേറ്റ്സ് എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് വിത്ത് ബോൺസ് ഇൻ അഡൽട്ട്. ഈ വെർട്ടിബ്രേറ്റിലൊക്കെ എംബ്രിയോസിൽ കാണുന്ന ഭൂരിഭാഗം കാർട്ടിലേജുകളും വളർന്നു കഴിയുമ്പോഴത്തേക്കും ബോണുകളായി മാറും. അതിന് കാരണം നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പറയത്തില്ലേ, കുഞ്ഞുങ്ങളൊക്കെ വീഴുമ്പം എല്ലൊക്കെ ഒടിഞ്ഞു പോയാലും പെട്ടെന്ന് ജോയിൻ്റ് ആകും എന്ന് പറയും. അതിൻ്റെ കാരണം അവർക്ക് ആ സമയത്ത് കാർട്ടിലേജുകൾ കൂടുതലായിട്ടുണ്ടാവും, ബോണുകളൊക്കെ കൂടുതൽ. നമുക്ക് എത്ര ബോണുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, 206 ബോണുകളാണ് നമുക്കുള്ളത്. ആ 206 ശരിക്കും കുഞ്ഞുങ്ങളായിരിക്കുമ്പം ബോണുകൾ കുറച്ചും കൂടി ഈ കാർട്ടിലേജിൻ്റെ ഇത് വ്യത്യാസമുള്ളതുകൊണ്ട് എണ്ണത്തിലൊക്കെ കൂടുതലുണ്ടാവും. പക്ഷെ അവ പിന്നീട് ഉറച്ചു കഴിയുമ്പോൾ അത് കറക്റ്റ് ഫ്യൂസ്ഡ് ബോൺസായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ കാർട്ടിലേജുകളാണ് പിന്നീട് ബോണുകളായി മാറുന്നതെന്നർത്ഥം. എംബ്രിയോസിലെ കുറേ കാർട്ടിലേജുകൾ ബോണുകളായി മാറുമെന്നർത്ഥം. പിന്നെ കാർട്ടിലേജ് ഇസ് പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് നോസ്. കാണുന്ന സ്ഥലങ്ങളാണ് ടിപ്പ് ഓഫ് നോസ്, ഔട്ടർ ഇയർ ജോയിൻസ്, ബിറ്റ്വീൻ അഡ്ജസന്റ് ബോൺസ് ഓഫ് ദ വെർട്ടബ്രൽ കോളം, ലിംസ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൽട്സ്. ഇവിടെ എല്ലാം കാർട്ടിലേജുകൾ ഉണ്ടെന്നർത്ഥം. നമ്മുടെ നോസിൻ്റെ ടിപ്പിൽ നമ്മൾ പറഞ്ഞ മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത്, ഔട്ടർ ഇയർ ജോയിൻസ് നമ്മുടെ ചെവിയുടെ പിന്നയിലുണ്ടാവും, ബിറ്റ്വീൻ അഡ്ജസന്റ് ബോൺസ് ഓഫ് ദ വെർട്ടബ്രൽ കോളം നട്ടലിൻ്റെ ബോണുകൾക്കിടയിൽ, അതുപോലെ ലിംസ് കൈകാലുകളിലുണ്ടാവും, ഹാൻഡ്സ് കാലിലും കയ്യിലും ഒക്കെ ഉണ്ടാവും. അതിലെല്ലാം നമുക്ക് കാർട്ടിലേജുകൾ കാണാൻ വേണ്ടി കഴിയും. ആ കാർട്ടിലേജിൻ്റെ ചിത്രം നോക്കി നോക്കുക. ആ സെല്ലുകളുടെ പേരാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. കാർട്ടിലേജ് സെല്ലുകൾക്ക് പറയുന്ന പേരാണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് അത് മാത്രമേ ഉള്ളൂ. കാർട്ടിലേജ് സെൽസ്, കോൺട്രോസൈറ്റ്സ് അതാണെന്ന് ഓർത്താൽ മതി. പിന്നെ അടുത്ത് ബോൺസ് ആണ്. ബോൺസ് എന്താണ്? ബോൺസ് ഹാവ് എ ഹാർഡ് ആൻഡ് നോൺ പ്ലേബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് റിച്ച് ഇൻ കാൽസ്യം സോൾട്ട്സ് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് വിച്ച് ഗിവ് ബോൺ ഇൻ സ്ട്രെങ്ത്. ഈ ബോൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡാണ്. നമുക്കറിയാം എല്ലെന്ന് പറയുന്നത് വളരെ ശക്തമുള്ളതാണ് അല്ലേ? അതിന് കാരണം അത് ഹാർഡ് ആൻഡ് നോൺ പ്ലേബിൾ ആണ്. വളരെ ഹാർഡാണ്, നോൺ പ്ലേബിൾ ആണ്, ഒട്ടും മൂവ് ചെയ്യാത്ത രീതിയിൽ ഉറപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം അതിനകത്ത് കാൽസ്യം സോൾട്ടും കൊളാജൻ ഫൈബേഴ്സും ശരിക്കും തിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാൽസ്യം സോൾട്ടുകളും കൊളാജൻ ഫൈബേഴ്സും ആണ് അതിനകത്ത് കാണുന്നത്. അതാണ് അതിൻ്റെ സ്ട്രെങ്തിന് കാരണം ബോൺസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുമല്ലോ എല്ലുകളുടെ പല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമാണെന്നൊക്കെ പറയത്തില്ലേ, കാൽസ്യമാണ് അതിനകത്ത് പ്രധാനമായിട്ട് അടങ്ങിയത്. അതിൻ്റെ ബോൺ സെൽസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. കാർട്ടിലേജ് സെൽസിനെ നമ്മൾ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന പോലെ ബോൺ സെൽസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ദേ ആർ പ്രസന്റ് ഇൻ ദി സ്പേസസ് കോൾഡ് ലാക്കുനെ. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ കാണുന്ന ഓരോ ബോൺ സെൽസ് അതൊരു റെഗുലറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കാണുന്ന ഓരോ സെല്ലുകൾക്കും എന്ന് പറയുന്നതാണ് ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ ചിത്രത്തിൽ കാണുന്ന ഓരോ ഇൻഡു പോലെ ഇട്ടേക്കുന്നില്ലേ, അതെല്ലാം ഓസ്റ്റിയോസൈറ്റുകളാണ്. അത് റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അത് ലാക്കുനെ എന്നറിയപ്പെടുന്ന സ്പേസിൻ്റെ ഉള്ളിലാണ് ഈ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന സെല്ലുകളുള്ളത്. ഇവയാണ് ദേ പ്രൊവൈഡ് എ സ്ട്രക്ചറൽ ഫ്രെയിം ടു ദ ബോഡി. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം നൽകുന്നു. ബോൺ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അത് നമ്മുടെ ശരീരത്തിലെ ബലം കുറഞ്ഞ ഓർഗനുകളെയും ടിഷ്യൂവിനെയും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ലിംബ് ബോൺസ് ആർ വെയിറ്റ് ബിയറിംഗ് ഫംഗ്ഷൻ. കാലുകളിലെ ബോൺ ആണെങ്കിൽ വെയിറ്റ് ബിയറിംഗ് കൂടെ ഉണ്ട് അല്ലേ? കാലുകളാണ് നമ്മുടെ ശരീരത്തിന് മൊത്തം ഭാരവും താങ്ങുന്നത്. അപ്പോൾ ആ ബോണിന് വെയിറ്റ് ബിയറിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ദേ ഓൾസോ ഇന്ററാക്ട് വിത്ത് സ്കെൽറ്റൽ മസിൽസ് അറ്റാച്ച് ടു ദം ടു ബ്രിങ് അബൌട്ട് മൂവ്മെന്റ്സ്. അവയാണ് നമുക്ക് മൂവ്മെന്റ്സ് സഹായിക്കും. സ്കെൽറ്റൽ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബോൺസ് ആണ് മൂവ്മെന്റിന് സഹായിക്കുന്നത്. പിന്നെ ദ ബോൺ മാരോ ഇസ് ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. എന്താണ് ബോൺ മാരോ? ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥിമജ്ജ. ബോണിന്റെ മധ്യഭാഗത്തുള്ള ഭാഗമാണ് ബോൺ മാരോ, അസ്ഥിമജ്ജ. നിങ്ങൾ കണ്ടുണ്ടാവും കോഴികളുടെയൊക്കെ എല്ല് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നടുക്കുള്ള ഭാഗം, അതാണ് അസ്ഥിമജ്ജ, ബോൺ മാരോ. അവിടെയാണ് ഇത് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്? അത് പിന്നെ ഇതെല്ലാം നമ്മൾ പിന്നെ പഠിക്കുന്നത്. ഈ ബോൺസ് ഇതിൻ്റെ ഭാഗങ്ങൾ കുറേ നമുക്ക് ഹ്യൂമൻ ഡീസൻസിൽ പഠിക്കുമ്പോൾ വ്യക്തമായി വീണ്ടും പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ബോൺസ് എന്ന് പറയുന്നതിൻ്റെ മധ്യഭാഗത്തുള്ള ബോൺ മാരോയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ബോണിനെ കുറിച്ച്. അപ്പം ബോൺ വളരെ ഹാർഡാണ്. ബോൺ സെൽസിനെ നമ്മൾ ഓസ്റ്റിയോസ്. അപ്പോൾ നമ്മൾ ഈ കാർട്ടിലേജും ബോണും നമ്മൾ വ്യത്യാസം ചോദിച്ചെന്താ പറയുന്നത്? കാർട്ടിലേജ് സെൽസിനെ നമ്മൾ പറയുന്നത് കോൺട്രോസൈറ്റ്സ് എന്നും, നമ്മൾ അവിടെ കോൺട്രിക്ടൈസ് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ല. ഇപ്പോൾ കോൺട്രോസൈറ്റ്സ് എന്ന സെല്ലുള്ളതുകൊണ്ടാണ് കോൺട്രിക്ടൈസ് എന്ന് പറയുന്നത്. അതുപോലെ ബോൺസിനകത്തുള്ള സെല്ലുകൾക്ക് നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞ ഫിഷസിനെ പറഞ്ഞത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പേരുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. പിന്നെ ബോൺ വളരെ ഹാർഡാണ്, അതേസമയം കാർട്ടിലേജ് സെമി റിജിഡാണ്, ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടി. ബോൺസ് വളരെ ഹാർഡാണ്, പ്ലയബിൾ ആണ്, നോൺ പ്ലയബിൾ ആണ്. അതാണ് ഓർത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റിലത്തെയാണ് നമ്മൾ ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റഡ് ടിഷ്യൂ.
അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതിലെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫ്ലൂയിഡ് രൂപത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്നിങ് പ്ലാസ്മ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെഡ് ബ്ലഡ് സെൽസ് RBC, വൈറ്റ് ബ്ലഡ് സെൽസ് WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇങ്ങനെ പ്ലാസ്മയും RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ 3 തരം സെല്ലുകൾ ഉള്ളതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ ഇത്രയും പറയാനുള്ള കാരണം എൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് കാണുന്നുണ്ട്. നമുക്ക് ബ്ലഡിനെ കുറിച്ച് വളരെ വിശദമായി പിന്നീട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. എന്താണ് ബ്ലഡ്? നിങ്ങൾ സ്കൂളിലും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബ്ലഡിനെ കുറിച്ച്. ഇവിടെ നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കണം. ബ്ലഡിൻ്റെ ക്ലോട്ടിങ് എങ്ങനെയാണ്, ഫംഗ്ഷൻ എന്താണ്, ബ്ലഡിൻ്റെ ഗ്രൂപ്പുകൾ ഏതാണ്, ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. ഈ വർഷം തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മളതിൻ്റെ ഒരു ഇത് മാത്രം സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിൻ്റെ എക്സാമ്പിളായിട്ട് മാത്രമാണ് നമ്മളിവിടെ ബ്ലഡ് പറയുന്നത്. ഇത് ഈ കാർട്ടിലേജ്, ബോണ്, ബ്ലഡ് ഇതെല്ലാം നമ്മൾ വീണ്ടും പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് 3 തരം ടിഷ്യൂസിനെ കുറിച്ച് ഓർത്തിരിക്കുക. സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിൽ ഏതൊക്കെയാണ്? കാർട്ടിലേജ്, ബോണ്, ബ്ലഡ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ